പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കുറെ നാളുകൾ കൊണ്ട് കേൾക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലേക്ക് ഒരു വിദേശ താരം എത്തും എന്നുള്ള ഒരു വാർത്ത. ഇവാൻ ഗലിയൂഷിനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനു ശേഷം ഇതുവരെയായിട്ടും ഒരു മധ്യനിര വിദേശ താരത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലേക്ക് ഒരു വിദേശ താരത്തെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ISL ഇപ്പോൾ നിലവിൽ കളിക്കുന്ന ഒരു സൂപ്പർ താരവുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത്. എന്താണ് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ISL നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദേശ താരവും അതുപോലെ തന്നെ ഒരു മധ്യനിര താരവുമായി ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒരു വിദേശ മധ്യനിര താരവുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ചകൾ നടത്തി വരുന്നത്. ചെന്നൈയിൻ FC വേണ്ടി ഈ സീസണിൽ 10 അസിസ്റ്റുകൾ സ്വന്തമാക്കിയ കോർണർ ഷീറ്റ്സ് എന്ന് പറയുന്ന വിദേശ താരവുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ചകൾ നടത്തിയതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ സ്കൈ സ്പോർട്സിന്റെ മാധ്യമപ്രവർത്തകനായ ആന്റണി ജോസഫാണ് ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ താരവുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. ആന്റണി ജോസഫ് വേറൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് പുറമെ ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ ബംഗളൂരു FCയും താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതോ ഇനി അദ്ദേഹം ചെന്നൈയിൽ തന്നെ തുടരുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. ചെന്നൈ അദ്ദേഹത്തിന്റെ കരാർ പുതുക്കാൻ അദ്ദേഹത്തിന് ഒരു ഓഫർ നൽകിയിരുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ അദ്ദേഹം ഇതുവരെ അതിന് മറുപടി നൽകിയിട്ടില്ല. എന്തായാലും ഇനി ബ്ലാസ്റ്റേഴ്സിലേക്കോ അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളിലേക്കോ ബംഗളൂരുവിലേക്കോ അദ്ദേഹം ചേക്കേറുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് ഓഫർ കൊടുത്തതുമാണ്. എന്നാൽ ആ ഓഫർ അദ്ദേഹം റിജക്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് അതിൽ നിന്ന് മോഹൻ ബഗാൻ പിന്മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ബംഗളൂരു FCയും ഈസ്റ്റ് ബംഗാളും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നത്. എന്തായാലും ആർക്കായിരിക്കും ആ നറുക്ക് വീഴുക എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും.